ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ആൻജിയോസ്പേംസിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം നടക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൽ ഗാമീറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഫോം ചെയ്യുന്ന മെയിൽ ഗാമീറ്റ്സിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അല്ലേ, അതുപോലെ തന്നെ പോളൻ ബാങ്ക്സിനെ കുറിച്ചും പോളൻ പ്രോഡക്ട്സിനെ കുറിച്ചും ഒക്കെ എങ്ങനെയാണ് അതിനെ പ്രിസർവ് ചെയ്ത് വയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം മെയിൽ ഗാമിറ്റോഫൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം നടക്കുമ്പോൾ മെയിൽ ഗാമീറ്റിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ആരെന്ന് പറയുന്നത്, ഫീമെയിൽ ഗാമീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൽ ഗാമീറ്റ് ഫോം ചെയ്യുന്നത് പോലെ ഹൗ ദ ഫീമെയിൽ ഗാമീറ്റ്സ് ആർ ഫോംഡ് ഡ്യൂറിങ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ അവിടെ മെയിൽ ഗമീറ്റിൻ്റെ ഫോർമേഷനെ നമ്മൾ എന്തെന്നാണ് പറഞ്ഞത്, മൈക്രോസ്പോറോജനസിസ് എന്നാണ് പറഞ്ഞത് അല്ലേ. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം ദ മൈക്രോസ്പോർ മദർ സെൽ വിത്തിൻ ദ ആന്തർ ഓഫ് എ സ്റ്റേമൻ. അതുപോലെ ഇവിടെ ഫീമെയിൽ ഗാമീറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ നമ്മൾ പറയുന്നത് മെഗാസ്പോറോജനസിസ് എന്നാണ്. എന്താണ് മെഗാസ്പോറോജനസിസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയും. നമ്മൾ മൈക്രോസ്പോറോജനസിസ് പഠിച്ചതുപോലെ തന്നെയാണ്, വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതെന്താണ് എന്ന് നമുക്ക് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മെഗാസ്പോറോജനസിസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയും. നമുക്ക് നോക്കാം എന്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന്. അപ്പോൾ ഇവിടെ ഈ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പറയുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ട്രക്ചറുണ്ട്. ഈ മെഗാസ്പോർസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഫീമെയിൽ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്ട്രക്ചേഴ്സ് അതെവിടെയാണ്, എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം മൈക്രോസ്പോർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ദോസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ആന്തർ ഓഫ് എ സ്റ്റേമൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ മെഗാസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂഷ്വലി ദ മെഗാസ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ മെഗാസ്പൊറാഞ്ചിയം. സ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ എന്താ, സ്പോർ പ്രൊഡ്യൂസിങ് സ്ട്രക്ചറാണ് സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മെഗാസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ എന്താ, മെഗാസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്ട്രക്ചർ. അപ്പോൾ ആദ്യം മെഗാസ്പോറോജനസിസ് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ദ സ്ട്രക്ചർ ഓഫ് മെഗാസ്പൊറാഞ്ചിയം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും ദ സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ എന്ന് പറയും. ഓവ്യൂൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓവ്യൂളിനെ കുറിച്ച്. ദ സ്ട്രക്ചർ ഓഫ് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവ്യൂൾ. നമുക്കറിയാം ഗൈനീഷ്യം ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ആൻജിയോസ്പേംസ് ആൻഡ് ഇറ്റ് കമ്പോസ്ഡ് ഓഫ് കാർപ്പൽസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ വർഷവും പഠിച്ച കാര്യമാണ് അല്ലേ. ഗൈനീഷ്യമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ആൻജിയോസ്പേംസിനെ സംബന്ധിച്ചിടത്തോളം ആൻജിയോസ്പേംസിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഗൈനീഷ്യമാണ്. ആൻഡ് ദ ഗൈനീഷ്യം കമ്പോസ്ഡ് ഓഫ് കാർപ്പൽസ്. പഠിച്ചിട്ടുണ്ടല്ലോ കാർപ്പൽസ് എന്താണ്. ഈച്ച് കാർപ്പൽ കൺസിസ്റ്റ് ഓഫ്, ഓരോ കാർപ്പലിനും വരുന്ന പോർഷൻസ് ഏതൊക്കെയാണ്, ബേസലായിട്ട് താഴെയായിട്ട് ഒരു സ്വളൻ പോർഷൻ ഉണ്ടാവും. എന്താണ്, ഓവറി അല്ലേ. ഓവറിയിൽ നിന്ന് മുകളിലോട്ട് വരുന്ന ഒരു ത്രെഡ് പോലുള്ള ഭാഗം ഉണ്ടാവും. എന്താണ്, സ്റ്റൈൽ അല്ലേ. അതുപോലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള റീജിയനെ പറയുന്ന പേര് എന്താണ്, സ്റ്റിഗ്മ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യമാണ്. ഗൈനീഷ്യം ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ആൻജിയോസ്പേംസ് ആൻഡ് ഇറ്റ് കമ്പോസ്ഡ് ഓഫ് കാർപ്പൽസ് ആൻഡ് ഈച്ച് കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് basal, swollen, ovary, elongated, thread-like style and topmost region called stigma. ഓക്കെ, അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദ ഗൈനീഷ്യം കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ കാർപ്പൽ. ഈ കാർപ്പലിൽ തന്നെ ഒറ്റ കാർപ്പലാണെങ്കിൽ നമ്മൾ പറയും എന്തെന്ന് പറയും, മോണോകാർപ്പലറി എന്ന് പറയും അല്ലേ. അതുപോലെ ഒന്നിലധികം കാർപ്പലാണെങ്കിൽ എന്താ പറയുക, മൾട്ടി കാർപ്പലറി എന്നാണ് പറയുന്നത് അല്ലേ. മോണോ കാർപ്പലറി ഉണ്ട്. ഈ മൾട്ടി കാർപ്പലറിയിൽ തന്നെ ബൈകാർപ്പലറി, ട്രൈ കാർപ്പലറി, ടെട്രാ കാർപ്പലറി, പെൻഡാ കാർപ്പലറി അങ്ങനെ പോകും. അതിനെല്ലാം കൂടെ നമ്മൾ പറയുന്ന മൾട്ടി കാർപ്പലറി എന്നാണ്. ഒരെണ്ണമാണെങ്കിൽ പറയുന്നത് മോണോ കാർപ്പലറി എന്നും ഒന്നിൽ കൂടുതലാണെങ്കിൽ പറയുന്നത് മൾട്ടി കാർപ്പലറി എന്നുമാണ്. മനസ്സിലായല്ലോ. ഇനി ഈ ഓവറിയുടെ അകത്ത് ആരാ വരുന്നത്, ഇൻസൈഡ് ദ ഓവറി ഓവ്യൂൾസ് ആർ പ്രസന്റ്. പഠിച്ചിട്ടില്ലേ, ഓവറിയുടെ അകത്ത് ഓവ്യൂൾ വരും. ഇനി ഈ ഓവ്യൂൾ കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കുഷൻ ലൈക്ക് സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. എന്താ അതിന്റെ പേര്, ദാറ്റ് ഈസ് കോൾഡ് പ്ലാസെന്റ അല്ലേ. ഇൻസൈഡ് ദ ഓവറി ദ ഓവ്യൂൾസ് ആർ അറ്റാച്ച്ഡ് ഓൺ എ കുഷൻ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് പ്ലാസെന്റ ആൻഡ് ദ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് ഓൺ ദ പ്ലാസെന്റ ഈസ് കോൾഡ് പ്ലാസെന്റേഷൻ അല്ലേ. 5 ടൈപ്പ് പ്ലാസെന്റേഷനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ, ഏതൊക്കെയാ, മാർജിനൽ പ്ലാസെന്റേഷൻ, parietal placentation, free central placentation, axial placentation and basal placentation.
അല്ലേ? സോ ദ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് ഓൺ ദ പ്ലാസെന്റം ഈസ് കോൾഡ് ദ പ്ലാസെന്റേഷൻ. പ്ലാസെന്റ മീൻസ് ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് കുഷൻ ലൈക്ക് സ്ട്രക്ചർ ഇൻ വിച്ച് ദ ഓവ്യൂൾസ് ആർ അറ്റാച്ച്ഡ്. മനസ്സിലായല്ലോ? ഇനി അപ്പം നമ്മൾ പറഞ്ഞു മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ മെഗാസ്പോൾസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് മെഗാസ്പൊറാഞ്ചിയം അതായത് ഓവ്യൂളിനകത്താണെന്ന് പറഞ്ഞു. So now we are going to discussing about what is the structure of ovule. എന്താണ് ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താണ് മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. ഡയഗ്രാം വരച്ചു പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൽ വരുന്ന ഓരോ പോർഷൻസിനെ കുറിച്ചും ചോദിക്കാം, 1 മാർക്കിന് ചോദിക്കാം, അതുപോലെ തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. ഇതിൽ വരുന്ന ഓരോ പോർഷൻസിനെ കുറിച്ചും ചിലപ്പോൾ ഈ ഡയഗ്രാം തന്നിട്ട് എന്താണ് അതിന് ലേബൽ ചെയ്യാനും ഒക്കെ പറയാറുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ. എന്താണ് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ? എന്താണ് ഓവ്യൂൾ എന്ന് ചോദിച്ചാൽ, ഓവ്യൂൾ ഇറ്റ്സ് എ സ്മോൾ ഓവൽ ഷേപ്ഡ് സ്ട്രക്ചർ. ഓവ്യൂൾ എന്ന് പറഞ്ഞാൽ ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു സ്ട്രക്ചറാണ്. ഇത് ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? നമ്മളിപ്പോൾ പറഞ്ഞു പ്ലാസെന്റയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ? സോ ദ ഓവ്യൂൾ ഈസ് എ സ്മോൾ ഓവൽ ഷേപ്ഡ് സ്ട്രക്ചർ അറ്റാച്ച്ഡ് ടു ദ പ്ലാസെന്റ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ. ഇത് ആ ഓവ്യൂളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ഓവ്യൂളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ കൊണ്ടാണ്. ഈ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മളൊരു പേര് വിളിക്കുന്നത് സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് ഫ്യൂണിക്കിൾ. FUNICLE ഫ്യൂണിക്കിൾ. So ovule is a small oval shaped structure attached to the placenta with the help of a stalk like structure, short stalk like structure called funicle. ഇനി ഈ ഫ്യൂണിക്കിൾ എന്ന് പറയുന്ന സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഓവ്യൂളിൻ്റെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. മനസ്സിലായി? ഇതൊരു സ്റ്റോക്ക് പോലെ കാണപ്പെടുന്നുണ്ട്. ഡയഗ്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു സ്റ്റോക്ക് പോലെയാണ് കാണുന്നത്. ഈ സ്റ്റോക്ക് പോലെയുള്ള ഫ്യൂണിക്കിള് ഈ ഓവ്യൂളിൻ്റെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന, ഓവ്യൂളിൻ്റെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഉണ്ട്. ദ ഫ്യൂണിക്കിൾ ഈസ് അറ്റാച്ച്ഡ് ടു ദ ബോഡി ഓഫ് ഓവ്യൂൾ അറ്റ് എ point. And the point of attachment is called hilum. HILUM. ഹൈലം എന്നാണ് ആ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 2 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. 1 ഫ്യൂണിക്കിൾ, 2 ഹൈലം. മനസ്സിലായല്ലോ? ഇനി ആ ഡയഗ്രാം കൂടെ നോക്കി വേണം പഠിക്കാനുള്ളത്. ഇനി ഈ പറയുന്ന ഓവ്യൂളിനകത്തായിട്ട് there is one parenchymatous tissue. ഈ ഓവ്യൂളിന്റെ ഇന്നർ സൈഡിലായിട്ട്, ഉൾഭാഗത്തായിട്ട് അവിടെ നമുക്കൊരു parenchymatous tissue കാണാൻ പറ്റും. There is a parenchymatous tissue which present inside the ovule and that is called nucellus, not nucleus, nucellus, NUCELLUS, nucellus. The parenchymatous tissue which present inside the ovule is called nucellus. അതിനെ വിളിക്കുന്ന പേര് nucellus എന്നാണ്. nucellus. ഇനി ഈ ന്യൂസെല്ലസിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട്, ന്യൂസെല്ലസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ എ കപ്പിൾ ഓഫ് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ്, 1 or 2 പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ്. ഈ ന്യൂസെല്ലസ് എന്ന് പറയുന്ന ഈ ഓവ്യൂളിനകത്തായിട്ട് കാണുന്ന പാരൻകൈമാറ്റസ് ടിഷ്യൂവിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് 1 or 2 പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ്, 1-2 പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ്, സംരക്ഷണ കവചങ്ങൾ കാണപ്പെടുന്നുണ്ട്. ആൻഡ് ദീസ് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ആർ കോൾഡ് ഇന്റഗുമെന്റ്സ്. INTEGUMENTS, integuments. The nucellus is enclosed by a couple of protective layers and these protective layers are called integuments. മനസ്സിലായല്ലോ? അപ്പോൾ ഫ്യൂണിക്കിളായി, ഹൈലമായി, ന്യൂസെല്ലസ് ആയി, ഇൻറ്റഗുമെന്റ്സ് ആയി. ഓക്കെ, ദെൻ നോക്കിയേ, ആ ഇൻറ്റഗുമെന്റ്സിന്റെ ടോപ്പ്, ആ ടോപ്പ് എന്ന് പറയുന്ന റീജിയൻ ശ്രദ്ധിക്കണം. കാരണം ഇതൊരു ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്ന രീതിയിലാണ് ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ വരുന്നത്. പല ടൈപ്പ് ഉണ്ട്, ഓവ്യൂൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഈ ഓവ്യൂൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രത്തിൽ നോക്കുക. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ ഏത് റീജിയനിലാണെന്ന് നോക്കണം. അവിടെ ഒരു ചെറിയ സ്പേസ് കാണുന്നുണ്ട് അല്ലേ? ദ ഇൻറ്റഗുമെന്റ്സ് ദറ്റ് ലീവ്സ് എ സ്പേസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഓവ്യൂൾ. ഇൻറ്റഗുമെന്റ്സ് ആ ഓവ്യൂളിന്റെ ടോപ്പിൽ, ആ റീജിയൻ ശ്രദ്ധിച്ചു നോക്കുക. ദ ഇൻറ്റഗുമെന്റ്സ് ദറ്റ് ലീവ്സ് എ സ്പേസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഓവ്യൂൾ ആൻഡ് ദ റീജിയൻ ഈസ് കോൾഡ് മൈക്രോപൈൽ. MICROPYLE. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? micropyle. The integuments that leaves a space on the top of the ovule and is called micropyle. ആ റീജിയനെ വിളിക്കും, എന്തെന്ന് വിളിക്കും? മൈക്രോപൈൽ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി
അതേപോലെ ബേസൽ റീജിയൻ. അപ്പോൾ ടോപ്പ് റീജിയനിൽ നമ്മൾ വിളിക്കുന്നു എന്തെന്ന് വിളിക്കുന്നു? മൈക്രോപൈൽ എന്ന് വിളിക്കുന്നു അല്ലേ. അതുപോലെ ദ ബേസൽ റീജിയൻ ഓഫ് ഓവ്യൂൾ, അതായത് ഓവ്യൂളിന്റെ ബേസൽ റീജിയൻ, ഫ്രം വെയർ ദ ഇന്റഗുമെന്റ്സ് ഒറിജിനേറ്റ്, അവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഇന്റഗുമെന്റ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഡയഗ്രത്തിൽ നോക്കുക. The basal region of the ovule from where the integuments originate and the region is called chalasa. CHALAZA. ആ റീജിയനെ വിളിക്കുന്ന പേരെന്താണ്? ചലാസ. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫ്യൂണിക്കിളായി, ഹൈലമായി, ന്യൂസെല്ലസ് ആയി, ഇന്റഗുമെന്റ്സ് ആയി, മൈക്രോപൈലായി, ഇതായിപ്പോൾ ചലാസയുമായി അല്ലേ. ഇനി ആ ന്യൂസെല്ലസിനകത്ത് നോക്കിയേ. വിത്തിൻ ദ ന്യൂസെല്ലസ്, ഈ ന്യൂസെല്ലസിനകത്താണ് നമ്മൾ പറയുന്ന എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് വരുന്നത്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ ആദ്യം ഈ കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. വിത്തിൻ ദ ന്യൂസെല്ലസ് ദ എംബ്രിയോസാക്ക് ഓർ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ഈസ് ഫൗണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ദ സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ. ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ ഞാൻ ഒന്നുകൂടെ പറയാം. ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. എന്താണ്? ഓവ്യൂൾ ഈസ് എ സ്മോൾ ഓവൽ സ്ട്രക്ചർ attached to the placenta with the help of a stalk-like portion called a funicle. Then the funicle is attached to the body of ovule by a short stalk-like portion called a hilum. Then the parenchymatous tissue which present inside the ovule is called a nucellus. The nucellus is enclosed by a couple of protective layers called integuments. Then the integuments that leaves a space on the top of the ovule called micropyle. Then the basal region of ovule from where the integuments originate and that region is called chalasa. മാത്രമല്ല നമ്മൾ പറഞ്ഞു അവസാനം within the nucellus the embryo sac or female gametophyte is developed. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയുമാണ് ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പറയുന്നത്? ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ മെഗാസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നതിനെക്കുറിച്ച് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണിത്. കാരണം ഇത് നമ്മൾ നേരത്തെ പഠിച്ച മൈക്രോസ്പോറോജനസിസിനോട് ഒരുപാട് സിമിലാരിറ്റി വരുന്നുണ്ട്. വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. എന്നാലും ഓരോ പോർഷൻസ് ആയിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ വളരെ വിശദമായിട്ട് പഠിക്കുക. അതിനുശേഷം നമുക്ക് ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ ഗ്യാമിറ്റോഫൈറ്റിനെ കുറിച്ച് പഠിക്കാം. ഇതിനെ നമ്മൾ പറയുന്നത് മറ്റൊരു പേര് മെഗാസ്പോറോജനസിസ് എന്നാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ മെഗാസ്പോറോജനസിസ്. നമ്മൾ മൈക്രോസ്പോറോജനസിസ് പഠിച്ചില്ലേ? അതുപോലെ നമുക്ക് പറയാം ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ്. അവിടെ മൈക്രോസ്പോർസ് എന്ന് പറഞ്ഞു, ഇവിടെ നമ്മൾ എന്തെന്ന് പറയുന്നു? മെഗാസ്പോർസ് എന്ന് പറയുന്നു അല്ലേ. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം എവിടുന്ന? മെഗാസ്പോർ മദർ സെൽ. അവിടെ മൈക്രോസ്പോർ മദർ സെൽ ആണെങ്കിൽ ഇവിടെ മെഗാസ്പോർ മദർ സെൽ. വിത്തിൻ അവിടെ എന്താണ്? വിത്തിൻ ദ ആന്തർ ആണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് എവിടെയാണ്? വിത്തിൻ ദ ഓവ്യൂൾ ഈസ് കോൾഡ് മെഗാസ്പോറോജനസിസ്. ആ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ മെഗാസ്പോറോജനസിസിൻ്റെ ഡെഫിനേഷനോട് ഓർമ്മിച്ചുള്ള ഒരു വലിയ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അതും. അപ്പോൾ ആദ്യം എന്താണ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ വരെ പഠിച്ചു നിർത്തുക. ബാക്കി നമുക്ക് പിന്നീട് പറയാം. The process of formation of megaspores from the megaspore mother cell within the ovule is called megasporogenesis. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? ഇനി അപ്പോൾ മെഗാസ്പോറോജനസിസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം ദ മെഗാസ്പോർ മദർ സെൽ വിത്തിൻ ദ ഓവ്യൂൾ ഈസ് കോൾഡ് മെഗാസ്പോറോജനസിസ്. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് പറയാം. ഓക്കെ. ഇനി ഇപ്പം ഞാൻ പറഞ്ഞു ഓവ്യൂളിനകത്താണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇൻസൈഡ് ദ ഓവ്യൂൾ, ആ ഓവ്യൂളിനകത്തായിട്ട് ദർ ഇസ് എ മാസ് ഓഫ് മൾട്ടി സെല്ലുലാർ ഹോമോജീനസ് ടിഷ്യൂ. നമ്മൾ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു എന്താ അതിനെ വിളിക്കുന്ന പേര്? ദറ്റ് ഈസ് കോൾഡ് ന്യൂസെല്ലസ് അല്ലേ. ഇൻസൈഡ് ദ ഓവ്യൂൾ എ മാസ് ഓഫ് മൾട്ടിസെല്ലുലാർ ഹോമോജീനസ് ടിഷ്യൂ ഈസ് പ്രസന്റ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ന്യൂസെല്ലസ്. ഈ ന്യൂസെല്ലസിൻ്റെ അപ്പെക്സിൽ നിന്നാണ് നമ്മൾ മെഗാസ്പോറോജനസിസിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ബേസിക് സെൽ ഉണ്ടാകുന്നത്. ഏതാണെന്നറിയാമല്ലോ ബേസിക് സെൽ? നമ്മൾ ഈ പറയുന്ന ഗ്യാമിറ്റോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ അവിടെ ആദ്യം ഫോം ചെയ്യുന്ന സെൽ ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാ? ആർക്കിസ്പോറിയൽ സെൽ. ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ മൈക്രോസ്പോറോജനസിസിൽ പഠിച്ചില്ലേ? സോ ഫ്രം ദ അപ്പെക്സ് ഓഫ് nucellus, because inside the ovule there is a mass of multicellular homogeneous tissue and that is called the nucellus.
ആൻഡ് ഫ്രം ദ അപ്പെക്സ് ഓഫ് ന്യൂസെല്ലസ് ആർക്കിസ്പോറിയൽ സെൽ ഒറിജിനേറ്റ്സ്. ഈ ന്യൂസെല്ലസിൻ്റെ അപ്പെക്സിൽ നിന്നായിട്ട് ആർക്കിസ്പോറിയൽ സെൽ ഉണ്ടാകുന്നു. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ദ ആർക്കിസ്പോറിയൽ സെല്ലിന് നടക്കുന്ന ഡിവിഷൻ ഏതാ നമ്മൾ പഠിച്ചു, പെരിക്ലൈനൽ അല്ലെ. ദ ആർക്കിസ്പോറിയൽ സെൽ ഡിവൈഡ്സ് പെരിക്ലൈനലി ടു ഫോം, നേരത്തെ പോലെ തന്നെയാണ്, ഔട്ടർ parietal cell and inner sporogynous cell. അതൊന്നും ഒരു വ്യത്യാസവും, വ്യത്യാസം വരുന്ന കാര്യങ്ങൾ മാത്രം കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. The archisporial cell divides periclinally to form outer parietal cell and inner sporogenous cell. ഇതിൽ ഔട്ടർ പരൈറ്റൽ സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കിവിടെ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ ഇന്നർ സ്പോറോജീനസ് സെല്ലിനെ കുറിച്ച് മാത്രം, കാരണം ഔട്ടർ പരൈറ്റൽ സെല്ല് ബോൾ ലെയർ ആയിട്ട് നമ്മൾ നേരത്തെ ആന്തറിൻ്റെ ബോൾ ലെയർ എന്ന് പറഞ്ഞ പോലെ ഇവിടെ അതിന് പിന്നെ പ്രത്യേകമായിട്ടുള്ള ലെയേഴ്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ എന്തായാലും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ സ്പോറോജീനസ് സെല്ലിൻ്റെ കാര്യം മാത്രം, രണ്ടാമത്തെ സെല്ലിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. എന്താണ്? The sporogynous cell directly or after division functions as മെഗാസ്പോർ മദർ സെൽ. അവിടെ എന്തായിരുന്നു? മൈക്രോസ്പോർ മദർ സെൽ ആയിരുന്നു അല്ലേ. ഇവിടെ അതെന്തായിട്ട് മാറി? മെഗാസ്പോർ മദർ സെൽ. വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ. മറ്റത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഒന്നുകൂടെ, inside the ovule a mass of multicellular homogeneous tissue is present and that is called nucellus. From the apex of the nucellus archisporial cell originates. The archisporial cell divides periclinally to form outer parietal cell and inner sporogenous cell. And here the inner sporogenous cell, നമുക്ക് വേണ്ടത് inner sporogenous cell ആണ്. The inner sporogenous cell directly or after division functions as megaspore mother cell. അവിടെ മൈക്രോസ്പോർ മദർ സെൽ, ഇവിടെ മെഗാസ്പോർ മദർ സെൽ. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇനി ഈ മെഗാസ്പോർ മദർ സെല്ലിന്റെ പ്ലോയിഡി എന്താ? അവിടെ പറഞ്ഞ പോലെ തന്നെയാണ്. The megaspore mother cell is diploid അല്ലെ, ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? സിമിലർ ടു മൈക്രോസ്പോറോജനസിസ്. എന്താ? ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ ടു ഫോം 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ്. അവിടെ 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ്, ഇവിടെ 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ്. ഈ സ്റ്റേജിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മെഗാസ്പോർ ടെട്രാഡ്. അവിടെ നമ്മൾ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് വിളിച്ചു, ഇവിടെ എന്തെന്ന് വിളിക്കുന്നു? മെഗാസ്പോർ ടെട്രാഡ്. ഇതുവരെയും മറ്റ് നമ്മൾ പഠിച്ച മൈക്രോസ്പോറോജനസിസ് പോലെ തന്നെയാണ് അല്ലെ. ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ല് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർസ് ആയിട്ട് മാറി അല്ലെ. ഈ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഗാസ്പോർ ടെട്രാഡ്. മെഗാസ്പോർ, അവിടെ നമ്മൾ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറഞ്ഞു, ഇവിടെ നമ്മൾ മെഗാസ്പോർ ടെട്രാഡ് എന്ന് വിളിക്കുന്നു. ഇനിയുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് അവിടെ വ്യത്യാസം വരുന്നത്. അതായത് 4 മെഗാസ്പോർസ് ഫോം ചെയ്തു അല്ലെ. ഔട്ട് ഓഫ് ദ 4 ഹാപ്ലോയിഡ്, അതിന്റെ പ്ലോയിഡ് നോക്കുക, ഔട്ട് ഓഫ് ദ 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് 3 are located in the micropylar region. ആ ഡയഗ്രാം മനസ്സിൽ കൊണ്ടുവരിക. ഓവ്യൂളിന്റെ മൈക്രോപൈലാർ എന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ടോപ്പാണ് അല്ലെ, മുകൾ ഭാഗത്താണ്. ആ ഇന്റഗ്യുമെന്റ്സ് സ്പേസ് ലീവ് ചെയ്തിരിക്കുന്ന പോർഷൻ അല്ലേ. സോ ഔട്ട് ഓഫ് ദ 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് 3 located at the micropylar region and 1 at the ചലാസൽ region. 3 മൈക്രോപൈലാർ റീജിയനിലും 1 ചലാസൽ റീജിയനിലും പോകും. ഈ മൈക്രോപൈലാർ റീജിയനിൽ വന്ന 3 ഡിസപ്പിയർ ചെയ്യും. വളരെ ശ്രദ്ധിക്കണം. 4 3 മൈക്രോപൈലാർ റീജിയനിൽ വന്നു, 1 എവിടെ വന്നു? എവിടെ വന്നു? ചലാസയിൽ വന്നു അല്ലെ. ഇതിൽ മൈക്രോപൈലാർ റീജിയനിൽ വന്ന 3 ഡിസപ്പിയർ ചെയ്യുകയും ചലാസൽ റീജിയനിൽ വന്ന 1 ഫങ്ഷണൽ ആയിട്ട് മാറുകയും ചെയ്യും. 1 മാത്രം, ആകെ മൊത്തം 4 ഉണ്ടായതിൽ 3 ഡിസപ്പിയർ ചെയ്തിട്ട് 1 മാത്രം ഫങ്ഷണൽ ആയിട്ട് മാറി. എവിടെയുള്ള? ചലാസൽ എൻഡിലുള്ള 1 ഫങ്ഷണൽ ആയിട്ട് മാറി. ഈ ഫങ്ഷണൽ ആയിട്ട് മാറിയ, ഇങ്ങനെ ചലാസൽ റീജിയനിൽ വന്ന ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ ആണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? വളരെ ശ്രദ്ധിക്കുക. 4 ഉണ്ടായി. ഔട്ട് ഓഫ് ദ 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് 3 at the micropylar region and 1 at the chalassal region, and 3 at the micropylar region disappears and 1 at the chalassal region becomes functional, and this gives rise to female gametophyte or embryosac. ഇതാണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ. ഇനി അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്ത് എവിടെ നിന്നാണ്? ഒരു സിംഗിൾ ഹാപ്ലോയിഡ് മെഗാസ്പോറിൽ നിന്നാണ് അല്ലെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ് നമ്മൾ വിളിക്കുന്നത് മോണോസ്പോറിക് എംബ്രിയോസാക്ക് ഡെവലപ്മെന്റ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, why the development of megaspore, why the development of female gametophyte is considered as monosporic embryosac development? Because
The development of female gametophyte takes place from a single haploid megaspore and hence it is called monosporic embryo sac development. അതായത് ഒരു ഹാപ്ലോയിഡ് മെഗാസ്പോറിൽ നിന്നുണ്ടാകുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോണോസ്പോറിക് എംബ്രിയോ സാക് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കാം. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലാണെന്ന് പറഞ്ഞു അല്ലേ, ഒരു ഹാപ്ലോയിഡ് സെല്ലാണ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഈ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, ദ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് സിംഗിൾ മെഗാസ്പോർ മദർ സെൽ, ഈ സിംഗിൾ മെഗാസ്പോർ മദർ സെല്ലിൻ്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഇറ്റ് അണ്ടർഗോ 3 റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻസ്. ആവർത്തിച്ചുള്ള 3 മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാവും. അപ്പോൾ ബുക്ക് എടുത്ത് വരച്ച് നോക്കണം. ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് റിപ്പീറ്റഡ് ആയിട്ട് 3 മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ എത്രയായിട്ടാണ് മാറുന്നത്? 1 2 ആവും അല്ലേ? 2-ൽ നിന്ന് രണ്ടാമത്തെ ഡിവിഷൻ നടക്കുമ്പോൾ 4 ആവും. 4-ൽ നിന്ന് മൂന്നാമത്തെ ഡിവിഷൻ നടക്കുമ്പോൾ 8 ആവും. 3 റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ എന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ ഡിവിഷനിൽ 1 2 ആവും, രണ്ടാമത്തെ ഡിവിഷനിൽ 2 4 ആവും, മൂന്നാമത്തെ ഡിവിഷനിൽ 4 എത്രയാവും? 8 ആവും. അപ്പോൾ എത്ര സെല്ലായിട്ട്, എത്ര ന്യൂക്ലിയേറ്റ്സ് ആയിട്ട് മാറും? 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ആയിട്ട് മാറും അല്ലേ? The haploid nucleus of single megaspore mother cell undergo 3 repeated mitotic divisions to form an 8 nucleated stage. 8 സെൽഡ് അല്ലെങ്കിൽ 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ആയിട്ട് മാറും. മനസ്സിലായോ? ഈ 8 സെൽസിൽ 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജിൽ 4 മൈക്രോപൈലാറിലോട്ടും പോവും, 4 ചലാസയിലോട്ടും വരും. ആദ്യം ഇതുണ്ടായി കഴിഞ്ഞ ഉടനെ 4 മൈക്രോപൈലാറിലോട്ടും 4 ചലാസയിലോട്ടും വരും. എന്നിട്ട് ഈ മൈക്രോപൈലാറിലോട്ട് പോയ 4-ൽ നിന്നും 1 ചലാസയിലോട്ട് പോയ 4-ൽ നിന്ന് 1 2 പോളിൽ നിന്നും സെന്ററിലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യും. ശ്രദ്ധിക്കുക, ആദ്യം 8 ഉണ്ടായില്ല, 8 ഉണ്ടായില്ല, 4 മൈക്രോപൈലാറിലോട്ടും 4 ചലാസയിലോട്ടും പോയി. എന്നിട്ട് പിന്നീട് ഈ മൈക്രോപൈലാറിലോട്ട് പോയെന്ന് 1 ചലാസയിൽ നിന്നുള്ള 1 സെന്ററിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ മുകളിൽ 3, താഴെ 3, നടുക്ക് 2, 8 ആയില്ലേ? 3 + 2 + 3 അറേഞ്ച്മെന്റ്. സോ later one of these nuclei moves from each pole and located at the center. ഇതിനെ വിളിക്കുന്നത്, നടുക്ക് വരുന്ന 2 ഓരോ പോളിൽ നിന്ന് നടുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത 2 നമ്മൾ വിളിക്കുന്നത് സെക്കൻഡറി ന്യൂക്ലിയൈ അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയൈ. 2 പോളിൽ നിന്ന് വന്നുകൊണ്ടാണ് നമ്മൾ അതിനെ പോളാർ ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, the haploid nucleus of single megaspore mother cell undergo 3 repeated mitotic divisions to form 8 nucleated stage. എങ്ങനെയാണെന്ന് അറിയാലോ? 1 2 2 4 4 8. Initially, out of these 8 nuclei, 4 located at the micropyle and 4 located at the chalasa. ആദ്യം 4 4 ആയിട്ട് വരും. Later, one of these nuclei moves from each pole and located at the center. എന്നിട്ട് പിന്നീട് 2 പോളിൽ നിന്നും ഓരോന്നും നടുക്ക് വന്നിട്ട് അതെന്തായിട്ട് മാറും? സെക്കൻഡറി ന്യൂക്ലിയൈ അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയൈ ആയിട്ട് മാറും. ഇപ്പോൾ അറേഞ്ച്മെന്റ് ഏത് പാറ്റേണിലാണ്? 3 at the micropylar region, 2 at the center, 3 at the ചലാസൽ റീജിയൻ. 3 + 2 + 3 അറേഞ്ച്മെന്റ്. മനസ്സിലായല്ലോ? ഇതിൽ 3 at the micropylar region, മൈക്രോപൈലാർ റീജിയനിൽ വരുന്ന 3, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. ശ്രദ്ധിക്കുക, എഗ് അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ എഗ് സെൽ, നടുക്ക് വരുന്ന ഒരു എഗ്. അതിന് മൊത്തം 3 ഇല്ല, അതിൽ നടുക്കുള്ളത് എഗ്. 2 സൈഡിൽ വരുന്നതിനെ നമ്മൾ വിളിക്കുന്നത് സൈനോർജിഡ്സ് എന്നാണ്. സൈനോർജിഡ്സ്, SYNERGIDS, സൈനോർജിഡ്സ്. അതായത് 3 located at the micropylar and it is called egg apparatus, and here the egg apparatus consists of central egg cell and 2 lateral synergids. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, there is a specialized cellular thickening found in associated with the egg apparatus. അഡീഷണൽ ക്വസ്റ്റ്യൻ ആണത്. എഗ് അപ്പാരറ്റസിനോട് ചേർന്ന് കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുലാർ തിക്കനിങ്സ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേര് ഫില്ലിഫോം അപ്പാരറ്റസ് എന്നാണ്. മറന്നുപോകരുത്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അഡീഷണൽ ക്വസ്റ്റ്യൻ ആണത്. ദ സ്പെഷ്യലൈസ്ഡ് സെല്ലുലാർ തിക്കനിങ് ഫൗണ്ട് ഇൻ അസോസിയേറ്റഡ് വിത്ത് ദ എഗ് അപ്പാരറ്റസ് ഈസ് കോൾഡ് ഫില്ലിഫോം അപ്പാരറ്റസ്. സോ 3 at the micropylar end consist of the egg apparatus, contains central egg cell and 2 lateral synergids. The specialized cellular thickening found in associated with the egg apparatus is called filiform apparatus. മനസ്സിലായല്ലോ? അപ്പോൾ മൈക്രോപൈലാറിലുള്ള തീർന്നു. ഇനി
നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടി, എഗ്ഗ് കിട്ടിയില്ലേ? ഫീമെയിൽ ഗമീറ്റ് അല്ലേ എഗ്ഗ് എന്ന് പറയുന്നത്. മെയിൽ നമുക്ക് നേരത്തെ 2 മൈക്രോസ്പോർട്സ് കിട്ടി, ഇവിടെ ഫീമെയിലും കിട്ടി, എഗ്ഗും കിട്ടി. ഇനി അത് തമ്മിൽ ഫ്യൂസ് ചെയ്താൽ പോരെ? അപ്പോൾ ഗാമിറ്റോജനസിസ് എന്ന് പറയുന്ന ഡെവലപ്മെന്റ് ഓഫ് ഗമീറ്റ്സിൽ നമുക്ക് ഇതുവരെ പറഞ്ഞാൽ മതി. ഇനി ബാക്കി ഒരു സാധനം നിൽക്കുന്നുണ്ട്, ചലാസയിൽ 3 നിൽക്കുന്നില്ലേ? 3 അറ്റ് ദ ചലാസൽ എൻഡ്. ഈ ചലാസ് എൻഡിൽ വരുന്ന 3 ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്നത് ആന്റിപോഡൽസ് എന്നാണ്. ANTIPODALS, ആന്റിപോഡൽസ്. ഓൾ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് എ മെച്യൂർ ഓവ്യൂൾ. ഇതെല്ലാം കൂടി കൂടി ചേരുമ്പോഴാണ് അതിനെ നമ്മളൊരു മെച്യൂർ ഓവ്യൂൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എഗ് അപ്പാരറ്റസിൽ നമുക്ക് എഗ്ഗ് കിട്ടി, അതുപോലെ എന്താണ് മൈക്രോസ്പോറോജനസിസ് നടന്നപ്പോൾ നമുക്ക് അവിടെ 2 മെയിൽ ഗമീറ്റ്സും കിട്ടി. ഇപ്പോൾ ഗമീറ്റോജനസിസിൽ മെയിലും ഫീമെയിലും ഗമീറ്റ്സ് കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് മെഗാസ്പോറോജനസിസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. എന്നൂടെ പറയാം, ഇത് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം ദ മെഗാസ്പോർ മദർ സെൽ വിത്തിൻ ദ ഓവ്യൂൾ ഈസ് കോൾഡ് മെഗാസ്പോറോജനസിസ്. Inside the ovule, a mass of multicellular homogeneous tissue is present. It is called the nucellus. And from the apex of the nucellus, single primary archisporial cell. അതാണ് ശരിക്കും നമ്മൾ പറയുന്ന ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് സെൽ എന്ന് പറയുന്നത്. ആർക്കിസ്പോറിയൽ സെൽ ഒറിജിനേറ്റ്സ്. അത് നേരത്തെ പറഞ്ഞ പോലെ പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് ഒരു ഔട്ടർ പെരൈറ്റൽ സെല്ലായിട്ടും ഇന്നർ സ്പോറോജീനസ് സെല്ലായിട്ട് മാറും. ആ സ്പോറോജീനസ് സെല്ലാണ് എന്താണ് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആഫ്റ്റർ ഡിവിഷൻ മെഗാസ്പോർ മദർ സെല്ലായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ആ മെഗാസ്പോർ മദർ സെൽ ഡിപ്ലോയിഡ് ആണെന്ന് പറഞ്ഞു. ഇറ്റ് അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ ടു ഫോം 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ്. ഈ സ്റ്റേജിനെ വിളിക്കുന്ന പേര് മെഗാസ്പോർ ടെട്രാഡ്. ഇനി 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഉണ്ടായാൽ 3 മൈക്രോപൈലാർ എൻഡിൽ പോവും, 1 സെലാസൽ എൻഡിൽ വരും അല്ലേ? മൈക്രോപൈലാർ എൻഡിൽ പോയ 3 ഡിസപ്പിയർ ചെയ്യും, സെലാസൽ എൻഡിൽ വരുന്ന 1 ഫംഗ്ഷണൽ ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മോണോസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ദ ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ടേക്സ് പ്ലേസ് ഫ്രം എ സിംഗിൾ ഹാപ്ലോയിഡ് മെഗാസ്പോർ. മോണോസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെന്റ്. ഇനി ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, ഈ സിംഗിൾ മെഗാസ്പോർ മദർ സെല്ലിന്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 3 റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജിലേക്ക് പോകും. അതിൽ ആദ്യം 4 മൈക്രോപൈലാറിലോട്ടും 4 ചലാസൽ എൻഡിലോട്ടും വന്നിട്ട് 2 സൈഡിൽ നിന്നും, അതായത് മൈക്രോപൈലാറിൽ നിന്നും ചലാസയിൽ നിന്നുള്ള ഓരോന്ന് പിന്നീട് സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരെന്താണ്? സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? ഇനി മൈക്രോപൈലാർ, വീണ്ടും നമ്മൾ പഴയ മൈക്രോപൈലാർ എൻഡിലേക്ക് വരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ എത്രയേ ഉള്ളൂ? ആദ്യം 4 ഉണ്ടായിരുന്നു, 1 നടുക്ക് പോയപ്പോൾ എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ അല്ലേ? 3 ഔട്ട് ഓഫ് നൗ ദ 3 അറ്റ് ദ മൈക്രോപൈലാർ എൻഡ് കൺസിസ്റ്റ് ഓഫ് ദ എഗ് അപ്പാരറ്റസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ എഗ് അപ്പാരറ്റസ്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? സെൻട്രൽ എഗ് സെൽ, അതിൽ നടുക്ക് വരുന്നതാണ് എഗ് സെല്ല്. പിന്നെ 2 സൈഡിലായിട്ട് 2 സൈനോർജിറ്റ്സ് അല്ലേ? എഗ്ഗിന് 2 സൈഡിലായിട്ട് 2 സൈനോർജിറ്റ്സ് വരുന്നുണ്ട്. Then the specialized cellular thickening found in associated with the egg apparatus is called filiform apparatus. മനസ്സിലായല്ലോ? ഇനി അതുപോലെ തന്നെ ബാക്കി ചലാസലിന്റെ വരുന്ന 3 നമ്മൾ എന്തെന്ന് വിളിക്കും? ആന്റിപോഡൽസ് എന്ന് വിളിക്കും. ഓൾ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് എ മെച്യൂർ ഓവ്യൂൾ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആൻജിയോസ്പേംസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. അതായത് ഗാമിറ്റോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ 2 കുറിച്ചും പറഞ്ഞു. ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്സ്. ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗാമിറ്റോഫൈറ്റിലെ ഡെവലപ്മെന്റ് ഓഫ് മെയിലിൽ നമ്മൾ പറഞ്ഞു ആരെക്കുറിച്ച്? 2 മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അവിടെ 2 മെയിൽ ഗമീറ്റ്സ്, മൈക്രോസ്പോർസ് അല്ല, 2 മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെയാണെങ്കിൽ ആരെക്കുറിച്ച്? ഒരു എഗ്ഗ്, ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ്ഗ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ? പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെയിലിന്റെ എണ്ണം ഫീമെയിലിനേക്കാളും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യം 2 മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്തു, ഇവിടെ ഒരു എഗ്ഗും ഫോം ചെയ്തു. ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കുക. ഗാമിറ്റോജനസിസ് എന്ന് പറയുന്ന വലിയൊരു പോർഷനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട്, വളരെ വിശദമായിട്ട്, നല്ല രീതിയിൽ തന്നെ മൈക്രോസ്പോറോജനസിസും മെഗാസ്പോറോജനസിസും പഠിക്കണം. ശ്രദ്ധിച്ച് പഠിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ചോദിക്കുക. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാൻ പറ്റൂ. മനസ്സിലായല്ലോ? നല്ലതുപോലെ വിശദമായിട്ട് പഠിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി.